കൂത്താട്ടുകുളം നഗരസഭാ വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. പാർട്ടി ഒറ്റുകൊടുക്കുന്നവരോട് സമരസപ്പെടേണ്ടതില്ല എന്നാണ് പ്രതിനിധികളുടെ അഭിപ്രായം. പാർട്ടി സ്വീകരിച്ച നിലപാടിനെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രതിനിധികളും അംഗീകരിച്ചു. തനേഷ് തമ്പി ചെയ്യുന്ന വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് തനേഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ 2 ദിവസമായി CPIM-ന്റെ ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MV ഗോവിന്ദനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന പൊതുചർച്ചയ്ക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. വൈകിട്ടാണ് സമ്മേളനം സമാപിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും നേതാക്കൾക്കെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചില കാര്യങ്ങൾ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതിലൊന്ന് മന്ത്രി P രാജീവിനെതിരെയുള്ള വിമർശനങ്ങളാണ്. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്തും അത്തരത്തിലുള്ള വിമർശനം ഉയർന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി P രാജീവ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഒപ്പം നിലവിലെ ജില്ലാ സെക്രട്ടറി CN മോഹനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ മൊത്തത്തിൽ തുടക്കത്തിൽ തന്നെ MV ഗോവിന്ദൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു പ്രതിനിധികളോടായി. അതിൽ പാർട്ടിയിൽ പണാധിപത്യം പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നത്. ഇതിനെ ചൂട്ടുപിടിക്കുന്നത് CN മോഹനാണ് എന്ന മട്ടിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നത്. എന്തായാലും കൂത്താട്ടുകുളം ഒരു വലിയ വിഷയമാകുമെന്നുള്ളത് നേരത്തെ തന്നെ കരുതിയിരുന്നതാണ്. കൂത്താട്ടുകുളത്ത് ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന ആക്ഷേപമാണ് പാർട്ടി നേരിട്ടത്. ഇത് അവിടെ പാർട്ടി സ്വീകരിച്ച നിലപാടിൽ തെറ്റില്ല എന്നാണ് ജില്ലാ സമ്മേളനം വിലയിരുത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷം അംഗങ്ങളും കൂത്താട്ടുകുളത്തെ പാർട്ടി നേതൃത്വം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ ചില നേതാക്കൾക്ക് സോഷ്യൽ മീഡിയ മാനിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നിരിക്കുന്നത്. സെൽഫ് പ്രൊമോഷന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഫോണോ മാനിയാണ് പല നേതാക്കൾക്കും. മുഖത്ത് താടിയും മീശയും വടിക്കുന്നത് വരെ വലിയ ചർച്ചയാക്കുകയാണ്, വാർത്തയാക്കുകയാണ് ചില നേതാക്കൾ എന്നുള്ള പരിഹാസവുമൊക്കെ ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. എന്തായാലും സമ്മേളനത്തിൽ ചർച്ച ഇന്ന് രാവിലെ അല്പസമയം തുടരും. അതിനുശേഷമായിരിക്കും ജില്ലാ സെക്രട്ടറി CN മോഹനൻ ചർച്ചയ്ക്ക് മറുപടി പറയുക. അതോടൊപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിനുള്ള മറുപടി MV ഗോവിന്ദനും പറയും. ഇന്ന് സമ്മേളനം വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനത്തോടെ സമാപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. താങ്ക് യു തനേഷ് തമ്പി.